കശ്മീരിയത്തിന്റെ പല കാലങ്ങൾ, പല ഋതുക്കൾ, പല ഭാഗധേയങ്ങൾ, കലാപകാലങ്ങൾ കണ്ട് ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ് 87-കാരൻ വയോധികൻ ഫറൂഖ് അബ്ദുള്ള. നരകവാതിൽ തുറന്ന രാത്രിയുടെ ഓർമ്മയിൽ രാജ്ദീപ് സർദേശായിക്ക് മുന്നിൽ ഒരു കുഞ്ഞിനെ പോലെ കണ്ണു നിറഞ്ഞ് എൻ്റെ ആഘാതം ഒരിക്കലും മാറില്ല എന്ന വിതുമ്പലാണ്. രാഷ്ട്രീയ സംഘർഷകാലങ്ങളിലൊക്കെ പൊതുവേ ശാന്തനായ നാടിന്റെ മുഖ്യമന്ത്രി ഫറൂഖിന്റെ പുത്രൻ ഒമർ വാക്കുകൾ രൂക്ഷം, ഇതുവരെ കാണാത്തവണ്ണം കോപാകുലൻ. അത് ആ പിതാവിൻ്റെയും പുത്രൻ്റെയും മാത്രം വികാരമല്ല. നാടുനടുങ്ങിയ പഹൽഗാം തൊട്ട് ശ്രീനഗർ വരെ, കിഷ്ത്വാർ തൊട്ട് ധോഡ വരെ ആയിരങ്ങൾ പാകിസ്ഥാൻ മുർദാബാദ് എന്ന മുദ്രാവാക്യ പ്രകമ്പനത്തിൽ പറയുന്ന ഒന്നേയുള്ളൂ: നരഭോജികളെ, തീവ്രവാദികളെ, നിങ്ങളുമായി ഞങ്ങൾക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ അന്തർധാരകളില്ല. നിങ്ങൾ ശപിക്കപ്പെട്ടവർ, ഞങ്ങളുടെ നിതാന്ത ശത്രുക്കൾ. പൊടുന്നനെ എല്ലാ സന്തോഷങ്ങളും തീർത്ത് കൺമുന്നിൽ സ്വന്തം അച്ഛൻ, തോക്കിൻ മുനമ്പിൽ ചേതനേറ്റ പേയോർമ്മ, ഏത് പുരുഷനെയും വെല്ലുന്ന സ്ഥൈര്യത്തിൽ, മാതൃകാപരമായ ധൈര്യത്തിൽ പറയലാണ് രാമചന്ദ്രൻ്റെ മകൾ ആതിര. കൂടപ്പുറപ്പുകളല്ലെങ്കിലും ഇന്ത്യ എന്ന പൊക്കിൾക്കൊടി വികാരത്തിൽ കൂടപ്പുറപ്പുകളായവരാണ്. ബൈസൺ താഴ്വാരത്തെ തീമഴപ്പെയ്ത്തിൽ തണലായവർ, വീണുപോകാതെ കുഞ്ഞുപെങ്ങളെ ഇടം വലം ചേർത്ത് പിടിച്ചവർ രണ്ടുപേർ, സമീർ, മുസാഫിർ. 29 നിസ്സഹായ ശരീരങ്ങളുടെ ആഘാതവേദനയും മറന്നുപോകരുത്. മതങ്ങൾക്കപ്പുറം, ഇസങ്ങൾക്കപ്പുറം എൻ്റെ നാടിൻ്റെ മണ്ണാഴത്തിൽ മനുഷ്യത്വം എന്ന വികാരമാണ് വേരുപടലം ശക്തം. പാവപ്പെട്ടവൻ രാവന്തി പണിയെടുത്താൽ 400 രൂപ കിട്ടുന്ന കുതിരയോട്ടക്കാരൻ കൂലിപ്പണിക്കാരനാണ്. ഈ പാവങ്ങൾ ഇങ്ങനെ വേട്ടയാടൽ എന്തിനാണ് എന്ന ചോദ്യത്തിന് കിട്ടിയ മറുപടി: കഴുത്തിലും നെഞ്ചിലും അടക്കം വെടിയുണ്ടകൾ 3. അവനവന് വേണ്ടിയല്ലാതെ അപരന് വേണ്ടി ചുടുരക്തമൂറ്റി കുലം വിട്ടുപോയവനാണ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ, ഈ രാജ്യത്തിൻ്റെ രക്തസാക്ഷി. ഖൂൻ കാ ബദല ഖൂൻ, ചോരയ്ക്ക് പകരം ചോര എന്ന മുദ്രാവാക്യം പരിഷ്കൃതകാലത്തിൻ്റെ മുദ്രാവാക്യമല്ല എന്ന ബോധ്യമുള്ളപ്പോഴും മൈലാഞ്ചി നിറം മാറും മുന്നേ ഹിമാൻഷിയുടെ വൈധവ്യ വേദനയിൽ, ആതിരയുടെയും കുഞ്ഞുങ്ങളുടെയും ട്രോമയിൽ, അനാഥവേദനകളിൽ അഹിംസാവാദിയാകാൻ തൽക്കാലം തയ്യാറല്ല. 28 പേരുടെയും ചിതയെരിഞ്ഞ് തീരും മുന്നേ, ആദിൽ ഹുസൈൻ്റെ കബറിടത്തിലെ പച്ചമണ്ണിന് നനവ് മാറും മുൻപ്, ഏതോ പുനത്തിലൊളിച്ച സൂത്രധാരൻ അധമജീവിയെ, അവൻ വേട്ടത്തേറ്റയുമായി പറഞ്ഞുവിട്ട പേപ്പട്ടികളെ അതേ പോയിന്റ് ബ്ലാങ്കിൽ അകാലത്തിൽ ഉറക്കിക്കിടത്തൽ ഹിംസയല്ല, നീതിയാണ്. അവിടെ ചിന്തുന്ന ചോര, പാപത്തിൻ്റെ ശമ്പളം, രാജ്യത്തിനു വേണ്ടി വെടിമുനമ്പിൽ വീണുപോയവർക്ക് നാട് നൽകേണ്ട തർപ്പണം, ചോര കൊണ്ടാദരം. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം.